ഉസ്താദ് 22 കൊല്ലം ഒരു മഹല്ലില് ജോലി ചെയ്ത നല്ലൊരു മനുഷ്യൻ, നല്ലൊരു ഉസ്താദ്. ആ ഉസ്താദ് ഒരുത്തനിങ്ങനെ പോയി ഉംറയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഇങ്ങനെ പള്ളി അങ്ങനെ അയാൾ എവിടുന്നോത് വയത് കേട്ടിട്ടുണ്ട്, ഉപ്പ് കൊണ്ട് തുടക്കം കുറിക്കണം ഭക്ഷണം കഴിക്കുമ്പോൾ. നിങ്ങൾ കേട്ടിട്ടുണ്ട് അങ്ങനെ? ഒന്ന് മൂളി അബീവേ. ആ ഉപ്പ് കൊണ്ട് തുടങ്ങൽ സുന്നത്താണ്. 3 പ്രാവശ്യം ഉസ്താദിനെ ഈ മനുഷ്യന് വീട്ടിലേക്ക് ക്ഷണിച്ചത്ര ഭക്ഷണം കഴിക്കാൻ. ആ 3 വട്ടം ഇയാൾ മെല്ലെ ഉപ്പും കുറ്റി കൊണ്ടുവച്ചിക്കണം അവിടെ. ഉപ്പും പാത്രേ ഉസ്താദ് ഉപ്പ് കൊണ്ട് തുടങ്ങിയില്ല. നിങ്ങൾ മനസ്സിലാക്കണം, ആ ഉസ്താദ് എന്നോട് പറഞ്ഞതാണ്, ഉപ്പ് കൊണ്ട് തുടങ്ങിയില്ല. അങ്ങനെ മറ്റൊരു ഘട്ടത്തിൽ ഉസ്താദ് ആദ്യത്തെ അത്തഹിയാത്തിൻ്റെ ഇരുത്തവും അവസാനത്തെ അത്തഹിയാത്തിൻ്റെ ഇരുത്തവും ഒരേപോലെ ഇരിക്കുക. ഞാൻ സാധാരണക്കാർക്ക് വേണ്ടി പറയാം, ഇത് ഒരു ഇരുത്താണ്. അപ്പോൾ ഈ മനുഷ്യന് പള്ളിയിലെ ഉസ്താദിൻ്റെ കൂടെ ഇപ്പോൾ തുടരൂല. ആൾ ഉഷാറായി എന്നൊരു തോന്നൽ. ആളെ വളർത്തിയത് ഈ ഉസ്താദാണ്. 22 കൊല്ലമായിട്ടുണ്ടല്ലോ ഉസ്താദ്. അപ്പോൾ ഉസ്താദ് നിസ്കരിക്കുമ്പോൾ തുടരൂല. നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയാൽ ഉസ്താദൊക്കെ കാണത്തക്ക വിധത്തിൽ തൊട്ടിപ്പുറത്ത് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ഇഖാമത്ത് കൊടുത്തിട്ട് ഇയാൾ നിസ്കരിക്കും. അപ്പോൾ കൂടെ എന്തിനുണ്ടാകുമല്ലോ കൂടെ ആളുകൾ, അങ്ങനെ നിസ്കരിക്കും. അത് എണ്ണം കൂടി. പിന്നെ പള്ളിയിൽ 2 ജമാഅത്തിൻ്റെ അവസ്ഥ, അല്ലോ ഫസാദ് ഉണ്ടാകുക അതുപോലെ. അങ്ങനെ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഒന്നുകിൽ ഉസ്താദ്, കമ്മിറ്റിയിൽ നല്ലൊരു പവറുള്ള ആളാണ്, ഒന്നുകിൽ ഉസ്താദ് അല്ലെങ്കിൽ ഞാൻ. എന്താ ഈ പറഞ്ഞാരങ്ങൾ? ഒന്നുകിൽ ഉസ്താദ് ഇവിടെ അല്ലെങ്കിൽ ഞാൻ ഇവിടെ. ഉസ്താദ് ഉണ്ടോ ഞാൻ പള്ളിക്ക് വരൂല. അത് കമ്മിറ്റി മീറ്റിംഗ് കൂടി പ്രശ്നമായി. അപ്പോൾ ഒരാൾ പറഞ്ഞു, നമ്മുടെ നാട്ടിൽ ഉസ്താദ് കാരണം 2 ചേരി ആവണ്ട, നമുക്ക് ഉസ്താദിനെ മെല്ലെ പിരിച്ചുകൂടാ. നിങ്ങൾ നോക്കണം, 22 കൊല്ലായൊരു ഉസ്താദ്, വിഷയപ്പത പിരിച്ചുകൂടാ, നമുക്ക് വേറെ ആളെ നോക്കാം, പ്രശ്നം തീരുവല്ലോ. അപ്പോൾ ഇയാൾ പറഞ്ഞത്രേ, അങ്ങനെയാണെങ്കിൽ മുൻപന്തി ഞാനുണ്ടാവും. അങ്ങനെ രാജിക്കത്ത് കൊടുത്തു. വ്യാഴാഴ്ചയാണ് കൊടുക്കുന്നത്. രാജിക്കത്ത് കൊടുത്തു. വെള്ളിയാഴ്ച വ്യാഴാഴ്ച പോകാനാണ് പറഞ്ഞിട്ട് എഴുത്തുള്ളത്. അപ്പോൾ ഉസ്താദ് പറഞ്ഞു, ഞാൻ നാളെ ജുമാ കഴിഞ്ഞിട്ട് പോയിക്കോട്ടെ, നാട്ടുകാരോട് യാത്ര പറഞ്ഞിട്ട്. ഉമ്മമാരൊക്കെ ഒന്ന് കേൾക്കണം കേട്ടാ, നാട്ടുകാരോട് യാത്ര പറഞ്ഞിട്ട്. അപ്പം ഈ വിദ്വാൻ പറഞ്ഞു, ജുമാക്ക് ഇവിടെ വേറെ ആളെ ഏൽപ്പിച്ചിട്ടുണ്ട് ഖത്തീബായിട്ട്. അപ്പോൾ ഈ ഉസ്താദ് പറഞ്ഞു, ഖുത്ബ ഓതണില്ല, ഞാൻ നിസ്കരിക്കണില്ല, ഞാൻ പള്ളിയുടെ മൂലക്കിരുന്നിട്ട് ദുആക്കെ കഴിഞ്ഞ് ഞാനൊരു യാത്ര പറയട്ടെ വെച്ചു. അപ്പം മനസ്സോടെ അനുവദിച്ചു. അങ്ങനെ ആ ഉസ്താദ് 22 കൊല്ലം ഖുത്ബ ഓതിയ പള്ളിയുടെ മൂലയിൽ ഇരുന്നത്രേ. നാട്ടുകാരുടെ കണ്ണീരിൻ്റെ വാക്കുകൾ ഞാൻ കേട്ടു. ആ ഉസ്താദ് പള്ളിയുടെ മൂലയിലിരുന്നു. എന്നിട്ട് അവിടെ നിന്ന് ജുമാ കഴിഞ്ഞപ്പോൾ ദുആയും കഴിഞ്ഞിട്ട് പള്ളിക്കമ്മിറ്റി ഭാരവാഹി പറഞ്ഞു, നമ്മുടെ പഴയ ഉസ്താദ് യാത്ര പറയാൻ 2 വാക്കും നമ്മോട് പറയുന്നു. പഴയ ഉസ്താദ് നിങ്ങൾ മനസ്സിലാക്കണം, ആ ഉസ്താദ് ഇന്നലെ വരെ നമ്മളെ ഉസ്താദാണ്. നന്ദി കെട്ടൊരു കാലം എന്ന് പറയാം, കാലത്തെ ശപിക്കല്ല എന്ന് ചില ആളുകൾ. അങ്ങനെ ഉസ്താദ് എഴുന്നേറ്റിട്ട് പറഞ്ഞത് എന്താ അറിയോ, ഞാൻ അത്തഹിയാത്തിൻ്റെ ഇരുത്തത്തെക്കുറിച്ചാണ് ഇപ്പോൾ വലിയ ആക്ഷേപം. പിന്നെ ഉപ്പുകൊണ്ട് തുടങ്ങാത്തോ, ഈ 2 കാര്യമാണ് ഇപ്പോൾ എഴുതിയിട്ടുള്ളത്. സുന്നത്തെടുക്കാത്ത ഉസ്താദ്. അപ്പോൾ ആ ഉസ്താദ് പറഞ്ഞു, എനിക്ക് 1-2 മാസമായി എൻ്റെ ഇടതുഭാഗത്ത് ചോരക്കുരുണ്ടായിട്ട്. ഉസ്താദ് പറയാണ്, ചോരക്കുരുണ്ടായിട്ട് 1-2 മാസമായി, ഇരിക്കാൻ കഴിയാത്തോണ്ട് ഞാൻ പോകാം, എൻ്റെ കാരണം ഈ നാട്ടിലൊരു വിഷയം ഉണ്ടാവുന്നു. ഉസ്താദ് ഇറങ്ങിയിരുന്നു. ആ നാട്ടിൽ ഇനി വല്ല ബറക്കത്തുള്ള കൊടുക്കുമോ? ആ ഉസ്താദിൻ്റെ കണ്ണുനീർ അങ്ങനെയായിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു ഫിത്നയുടെ ഒരു നാവ് മതിയെന്ന്. എല്ലാം അല്ലാഹു തആല കാക്കട്ടെ, അല്ലാഹു തആല കാക്കട്ടെ. ഇഖ്തഅ ലിസാനക അൻ ഹമലത്തിൽ ഖുർആൻ വതുല്ലാബിൽ ഇൽമി കൈ ലാ യുമസ്സികക കിലാബുൻ നാർ, കൈ ലാ യുമസ്സികക കിലാബുൻ നാർ. ഇഖ്തഅ ലിസാനക അൻ ഹമലത്തിൽ ഖുർആൻ. ദീന് പഠിപ്പിക്കുന്ന ആലിമീങ്ങളെ ഏതെങ്കിലും നിലക്ക് പറയുന്ന ആളുകൾ അവർ നാവ് സൂക്ഷിച്ചോട്ടെ. ഒരു പറ്റം നായകളെ അല്ലാഹു തആല പടച്ചു വെച്ചിട്ടുണ്ട്. അവർക്ക് വേണ്ടിയെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവരിച്ചിട്ടുണ്ട്. എങ്കിൽ ഞാൻ പറയുന്നത്, ആലിമീങ്ങളെ വല്ലാതെ കരയിപ്പിക്കുന്നവരുണ്ട്.
ആലിമീങ്ങളെ വല്ലാതെ വേദനിപ്പിക്കുന്നവരുണ്ട്, കണ്ണീരൊടുക്കി ഇറങ്ങുന്നവരുമുണ്ട്. പക്ഷേ ഞാനിവിടെ പറയുമ്പോൾ ബഹുമാനപ്പെട്ട ശൈഖുന ചെറിയ പി ഉസ്താദി എനിക്കറിയിപ്പിച്ചാലും ശരി, എന്താണെങ്കിലും ശരി, അങ്ങനൊന്നും വരൂല. ഉസ്താദിൻ്റെ ജീവിതത്തിൽ കേട്ടിട്ടേ അല്ല. അവിടുത്തെ ജീവിതത്തിൻ്റെ ചില ശൈലികൾ, അവിടുന്ന് ഓരോ വാക്കുകളും ശിഷ്യഗണങ്ങൾക്ക് എടുത്തു നോക്കിയാലും അന അബ്ദുമൻ അല്ലമനി ഹർഫൻ വാഹിദൻ ഇൻ ശാഅ ബാഅ വ ഇൻ ശാഅ അസ്തറഖ. അലി റളിയല്ലാഹു എനിക്ക് ഒരു ഹർഫ് പഠിപ്പിച്ചു തന്ന ഉസ്താദ് മനി ഹർഫൻ വാഹിദൻ, ഇഷ്ടമുണ്ടെങ്കിൽ വിറ്റോട്ടെ, അല്ലെങ്കിൽ എന്നെ കൂടെ ഇരുത്തിക്കോട്ടെ, ഞാനൊരു അബദാണ്.